ചങ്ങായിമാരെ സിദ്ദീഖാണ് തീയാട്. ഇപ്പം നമ്മൾ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയസും ന്യൂസ് ചാനലൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് മനാഫിൻ്റെ വിഷയമാണ്. അർജുൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരണപ്പെടുകയും അത് കഴിഞ്ഞ് 10-72 ദിവസം കഴിഞ്ഞിട്ട് ബോഡി തിരിച്ചു കിട്ടി, അത് മറവ് ചെയ്ത് അതിന് ചൂടാറുന്നതിന് മുന്നേ തന്നെ അവരെ വീട്ടുകാർ പത്രസമ്മേളനം വിളിച്ച് മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അവർ പറഞ്ഞ പ്രകാരം വെച്ച് നോക്കുമ്പോൾ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സംസാരിക്കണം. ഇത്ര ദിവസം മനാഫോട് കഷ്ടപ്പെട്ടും കാര്യങ്ങളൊക്കെ വെറുതെ അതിന് തോന്നില്ലേ. 10-72 ദിവസം ആ ബോഡിക്ക് വേണ്ടി എല്ലാവിധ തെരച്ചിലും നടത്തിയ മനാഫ് ഇപ്പോൾ ആരായി? അതന്നെ. എന്നിരുന്നാലും ഇന്നലെ അർജുന്റെ ഫാമിലി മനാഫിനെതിരെ ആരോപണം ഉന്നയിക്കും. മനാഫിന്റെ ചാനൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, 10K എന്തോ ഫോളോവേഴ്സ് ഉള്ള ചാനലായിരുന്നു എന്ന് പറഞ്ഞിട്ടിരുന്നു. എന്നിരുന്നാലും ഇന്ന് രാവിലെ ഞാൻ എടുത്തു നോക്കി എന്താ അവസ്ഥ എന്ന് അറിയാനല്ലോ. അപ്പോൾ നോക്കുമ്പോൾ 1,19,000 രാവിലേക്ക് ആയിരുന്നു. 10ന്ന് 1,19,000 രാവിലേക്ക് ആയിരുന്നു. ഏകദേശം 1,09,000 ആൾക്കാരും സബ്സ്ക്രൈബേഴ്സ് കൂടി. അത്രത്തോളം ആ ചാനൽ റീച്ചായി. അത് ഞാൻ ഏകദേശം നോക്കുമ്പോൾ 8:30 മണിയാണ് ആ ടൈം ഉണ്ടായിരുന്നത്. 8 മണിക്കാണ് ആ ചാനൽ ഞാൻ നോക്കിയത്, 8:09. അത് കഴിഞ്ഞ് ഇപ്പം 3 മണി. ഇപ്പം 3 മണിയായപ്പോൾ ഏകദേശം ആ ചാനലിന്റെ റീച്ച് എത്തിക്കുന്നത്, അതായത് സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് കിട്ടിയത് 2,32,000 ആയി. ഏകദേശം വരുന്നത് പറഞ്ഞത് 1,00,000 എബോ, 1 lakh എബോ പിന്നിട്ടു. 6 മണിക്കൂർ കൊണ്ട് 1 ലക്ഷം പിന്നിട്ടു ചാനല്. അത്രത്തോളം ആ ചാനൽ ആൾക്കാർ സ്വീകരിച്ചു. അത് ഈ അർജുന്റെ ഫാമിലി ആ മനാഫിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയാനുള്ളത്. കാരണം അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു അല്ലേ. 72 ദിവസം ഒരാൾക്ക് കാത്തു നിന്ന് എല്ലാ കാര്യങ്ങളും, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈശ്വർമാൽപ്പയും അതുപോലെ മനാഫും കൂടി കാര്യങ്ങൾ ചെയ്ത് നീക്കിയിട്ടും ഒരു അഭിനന്ദിക്കേണ്ട സ്ഥാനത്ത് തള്ളി പറയുമ്പോൾ ആൾക്കാർ, നമ്മളെ കേരള ജനത അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അല്ലേ. അത് അംഗീകരിക്കില്ല. നമ്മൾ മലയാളിയാണ്, അതിനുള്ള ഗുണം കാണിക്കും. മലയാളി കാരണം എന്നും തല പൊക്കി നിൽക്കുള്ളൂ, തല കുനിക്കൂല. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അർജുൻ്റെ അളിയൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മനാഫ് അർജുൻ്റെ പേരിൽ കുറെ പൈസ പിരിച്ചിക്കുന്നു, പൈസ വാങ്ങിക്കുന്നതാണ്. കയ്യിൽ തെളിവുണ്ട് പറഞ്ഞു. ഞാൻ ഒറ്റ അടിക്ക് മുപ്പളോട് പറഞ്ഞു, കയ്യിൻ്റെ തെളിവുണ്ടെങ്കിൽ കാണിക്കും. അതല്ല ചെയ്യേണ്ടത്. അല്ല ആരോപണങ്ങൾ വെറുതെ ഉന്നയിച്ചിട്ട് കുറെ സമയം കളയാനല്ലത്. എടുത്ത വൈക്ക് തെളിവുണ്ടെങ്കിൽ തെളിവ് കാണിക്കും. അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഒറ്റ ആൾ കാരണക്കാരം ഇന്ന് മനാഫിന്റെ ചാനൽ ഇപ്പൊ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. ഇന്നലെ ആ ഒറ്റ പത്രസമ്മേളനം കാരണമാണ് ഇന്ന് മനാഫ് ഈ പൊസിഷനിൽ യൂട്യൂബ് ചാനൽ എത്തിയത്. അത് മനസ്സിലാക്കിയത്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. ശരി എന്നാ.